എന്റെ പേര് മുഹമ്മദ് ആദിൽ. എന്റെ പേര് മുഹമ്മദ് ഫായിസ്. എന്റെ പേര് മുഹമ്മദ് അദ്നാൻ. എന്റെ പേര് റുക്മാൻ. എന്റെ പേര് മുഹമ്മദ് അമീൻ. ഞങ്ങളെല്ലാം 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് പശ. പലതരത്തിലുള്ള പശകൾ ഇന്നും ലോകത്ത് നിലവിലുണ്ട്. അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധ്യമാണ്. ഇവയെല്ലാം രാസവസ്തുക്കൾ അടങ്ങിയതായതുകൊണ്ട് നമ്മുടെ തൊലിക്കും മൂക്കിനും കണ്ണിനും എല്ലാം ഹാനികരമാണ്. തൊലിക്ക് ഹാനികരമല്ലാത്ത ഒരു പശ എങ്ങനെ ഉണ്ടാക്കാമെന്ന പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില സയൻസ് അധ്യാപകരുടെയും മാസ്റ്ററുകളുടെയും സഹായത്തോടെ നമ്മൾ ഈ പദ്ധതി ഉണ്ടാക്കി. ഈ പശ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ബീക്കർ, ബൗള്, പിന്നെ പാൽ, പിന്നെ ടിഷ്യൂ, പിന്നെ മിക്സ് ചെയ്യാനുള്ള പിന്നെ വിനീഗർ, ബേക്കിംഗ് സോഡ. ഇത് ചൂടാക്കിയ പാലാണ്. ഇതിൽ നിന്ന് ഇത് വിനാഗിരിയാണ്. ഇതിൽ നിന്ന് 6-7 കൂടി ഇതിലേക്ക് വെക്കുക. ശേഷം ഇത് ഒന്ന് മിക്സാക്കി വെക്കുക. ഇത് 5-6 മിനിറ്റ് മിക്സാക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്ത് ഈ ബീക്കറിനെ മുകളിൽ വെക്കുക. അതിനുശേഷം ഈ മിക്സാക്കിയ സാധനം ഇതിലേക്ക് വയ്ക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി സ്ക്യൂസ് ചെയ്യുക. അതിനുശേഷം ഇത് മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക. അതിനുശേഷം നമ്മൾ മിക്സ് ആക്കി വെക്കുക. ശേഷം ഈ മിക്സ് ഈ പ്ലാസ്റ്റിക് ബാഗിലേക്ക് വയ്ക്കുക. ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞാലാണ് ഇത് ഒരു പശയായി മാറുന്നത്. ഹാനികരമല്ലാത്ത ഒരു പശ എങ്ങനെ ഉണ്ടാക്കാമെന്ന്